എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 14-ാം തീയതി പുതിയതായി OTT-യിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ആദ്യത്തേത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഉയർ. റോഷൻ മാത്യു പ്രധാന വേഷത്തിലെത്തുന്ന ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് M. പത്മകുമാറാണ്. യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ഷാജി മാറാട്ടും നിഖിൽ K. മേനോനും ചേർന്നാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ബൈജു സന്തോഷ്, ശ്രുതി മേനോൻ, വിനോദ് സാഗർ, അതുല്യ ചന്ദ്ര എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. കേരള കർണാടക അതിർത്തിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ് കഥ നടക്കുന്നത്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കിണറ്റിൽ നിന്നും തിരിച്ചറിയപ്പെടാത്ത ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നതും അത് തെളിയിക്കാനായി നടത്തുന്ന കേസന്വേഷണങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ഇതുവരെ ആരും തന്നെ സ്വന്തമാക്കിയിട്ടില്ല. നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ഓഗസ്റ്റ് മാസം OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതൊരു ഹോളിവുഡ് ഹൊറർ ത്രില്ലർ ചിത്രമാണ് പാസഞ്ചർ. കാമുകൻ ടൈലറോടൊപ്പം ഗർഭിണിയായ മാഡി ഒരു കാരവാനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു അജ്ഞാതമായ വാഹനവുമായി കൂട്ടിയിടിക്കുകയും തുടർന്ന് അവർ നേരിടേണ്ടി വരുന്ന ഭയാനകമായ സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഈ മാരകമായ അപകടത്തിന് ശേഷം ആ പ്രദേശത്ത് ഒളിച്ചിരുന്ന ഒരു നിഗൂഢ ശക്തി അവരെ പിന്തുടരുകയും അതുമൂലമുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു മലയാളം ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് കിത്തിനി. ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ സംവിധാനത്തിൽ ഇറങ്ങിയ ഈ സിനിമ വയനാട്ടിലെ ഒരു മലയോര ഗ്രാമത്തിൽ നടക്കുന്ന ദുരൂഹമായ സംഭവങ്ങളും ഒരു യക്ഷികഥയുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. വിനയ് ഫോർട്ട്, ജോണി ആന്റണി, ജോയ് മാത്യു, സുധീഷ്, ആരതി നായർ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. മനോരമ മാക്സ് ആണ് ഈ മൂവിയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത ആഴ്ച സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തമിഴ് മൂവിയാണ് സന്നിധാനം PO. ഈ സെന്റിമെന്റൽ ഫാമിലി ഡ്രാമ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് യോഗി ബാബു ആണ്. ശബരിമലയുടെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ശബരിമലയിൽ വെച്ച് തന്റെ മകനെ കാണാതാവുകയും തന്റെ മകനെ കണ്ടെത്താൻ അമ്മ നടത്തുന്ന വർഷങ്ങൾ നീണ്ട പോരാട്ടത്തെക്കുറിച്ചുമാണ് ഈ സിനിമ പറയുന്നത്. യോഗി ബാബു പ്രധാന വേഷത്തിലെത്തിയ ഈ മൂവി സിംപ്ലി സൗത്തിലൂടെ ജൂലൈ മാസം 17 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ദക്ഷിണ കൊറിയൻ വെബ് സീരീസ് ആണ് ദ ഈസ്റ്റ് പാലസ്. ആകെ 8 എപ്പിസോഡുകളുള്ള ഒരു ഡാർക്ക് ഫാന്റസി വെബ് സീരീസ് ആണ് ദ ഈസ്റ്റ് പാലസ്. ഒരു സാങ്കല്പിക ചരിത്ര പശ്ചാത്തലത്തിൽ നടക്കുന്ന കഥയാണിത്. ഒരു കൊട്ടാരത്തിലെ രാജകുമാരന് ക്രൂരമായ ശാപം കിട്ടുകയും അതിനോടനുബന്ധിച്ച് കൊട്ടാരത്തിനകത്ത് നടക്കുന്ന ഭീതിജനകമായ അമാനുഷിക സംഭവങ്ങളുമാണ് ഈ സീരീസിന്റെ പ്രധാന ഇതിവൃത്തം. നെറ്റ്ഫ്ലിക്സിലൂടെ ജൂലൈ മാസം 17 മുതൽ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ആനിമേഷൻ വെബ് സീരീസ് ആണ് ശിവലോക്കി കുണ്ടക്ക മണ്ടക്ക. ഭക്തിയും കോമഡിയും ആക്ഷനും നിറഞ്ഞ ഈ വെബ് സീരീസ് ജൂലൈ മാസം 17 മുതൽ C5-ലൂടെ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് ബാലൻ ദ ബോയ്. ഒരു അമ്മയുടെയും മകന്റെയും അതിജീവനത്തിന്റെ കഥ പറയുന്ന ആഴമേറിയ ഒരു സൈക്കോളജിക്കൽ ഡ്രാമ ത്രില്ലറാണ് ബാലൻ ദ ബോയ്. തിയേറ്ററിൽ നിന്നും നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് ഈ സിനിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മൂവിയുടെ ബഡ്ജറ്റ് ഏകദേശം 10 കോടിക്കും 12 കോടിക്കുള്ളിലാണ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമായിരിക്കുന്നത് C5-ഉം സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമായിരിക്കുന്നത് C കേരളവുമാണ്. ചിദംബരം സംവിധാനം ചെയ്ത ഈ ഇമോഷണൽ സൈക്കോളജിക്കൽ ത്രില്ലർ മൂവി പാൻ-ഇന്ത്യൻ ഭാഷകളിൽ ജൂലൈ മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കിലോ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. തെലുങ്ക് ആക്ഷൻ ഡ്രാമ ചിത്രമാണ് മാ ഇന്ദി ബംഗാരം. നന്ദിനി റെഡ്ഡിയുടെ സംവിധാനത്തിൽ സാമന്ത റൂത്ത് പ്രഭു പ്രധാന വേഷത്തിലെത്തിയ മൂവിയാണ് മാ ഇന്ദി ബംഗാരം. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂലൈ മാസം 17 ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഹൊറർ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ ചിത്രമാണ് ദ വിസ്പർ മാൻ. ടോം കെന്നഡി തന്റെ ഭാര്യയുടെ അപ്രതീക്ഷിതമായ വിയോഗത്തിന് ശേഷം തന്റെ മകൻ ജെയ്ക്കിനൊപ്പം ഫെദർബാങ്ക് എന്ന ഗ്രാമത്തിൽ താമസിക്കാനെത്തുന്നതും അവിടെ നിന്നും തന്റെ മകനെ ദി വിസ്പർ മാൻ എന്ന പേരുള്ള സീരിയൽ കില്ലർ തട്ടിക്കൊണ്ടുപോവുകയും അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 28 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഹിന്ദി കോമഡി ഡ്രാമ വെബ് സീരീസ് ആണ് ആദർശ് ബാൽ വിദ്യാലയ്. തമാശയും വൈകാരികമായ നിമിഷങ്ങളും ഒരേപോലെ കോർത്തിണക്കി ഒരു തകർന്ന സ്കൂളിനെ മാറ്റിയെടുക്കാൻ ഒരു കൂട്ടം മനുഷ്യർ നടത്തുന്ന പ്രതീക്ഷയുടെയും അതിജീവനത്തിന്റെ കഥയാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. ജൂലൈ മാസം 24 മുതൽ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈം വീഡിയോസിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മിലിറ്ററി ഡ്രാമ വെബ് സീരീസ് ആണ് ഓപ്പറേഷൻ സഫേദ് സാഗർ. 1999-ലെ കാർഗിൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സീരീസ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. 1999-ൽ ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന കാർഗിൽ യുദ്ധത്തിൽ നടത്തിയ യഥാർത്ഥ വ്യോമാക്രമണ ദൗത്യമാണ് ഓപ്പറേഷൻ സഫേദ് സാഗർ. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന മലനിരകളിൽ വെച്ച് നടന്ന കഠിനമായ വ്യോമാക്രമണമാണിത്. ഒനീസൻ സംവിധാനം ചെയ്ത ഈ സീരീസിൽ അഭയ് വർമ്മ, മിഹിർ അഹൂജ, താരുഖ് റെയ്ന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഈ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 7 മുതൽ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വെബ് സീരീസ് ആണ് എലൈറ്റ് ഫോഴ്സ്. ആകെ 8 എപ്പിസോഡുള്ള ഈ സീരീസ് ജൂലൈ മാസം 22 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.